ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പ്രത്യേകിച്ച് പാമ്പ്ലാനി പിതാവിൻ്റെയൊക്കെ അതിശക്തമായ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സത്യമുണ്ടോ അത്? ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുമ്പോട്ട് കുറെ കൂടി നന്നായി പ്രവർത്തിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് ജനങ്ങളുടെ നല്ല പിന്തുണ വരുന്നു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസിലെ ചില ഉയർന്ന നേതാക്കന്മാർക്ക് തന്നെ എൻ്റെ പ്രവർത്തനത്തിൽ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ചിന്ത വന്നു. ഈ അപമാനത്തിന് പിന്നിൽ ഒരു നേതാവുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫാണ്. ഓപ്പണായിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ചാനലിന് മുമ്പിൽ വെളിപ്പെടുത്താൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ബഹുമാനായ KPCC പ്രസിഡന്റ് അവസരം ഉണ്ടാക്കി തന്നാൽ ആ കാര്യങ്ങൾ ഞാൻ പറയും. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തോമസ് വർഗീസ്. സുധാകരൻ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിട്ടാണ് നിലവിലെ KPCC പ്രസിഡന്റിനെ നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതോടുകൂടി, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഈ സുധാകരനെ അങ്ങ് മാറ്റി മറ്റൊരു പ്രധാനപ്പെട്ട KC വേണുഗോപാൽ എന്ന ആ നേതാവിൻ്റെ പിന്നിലേക്ക് പതുക്കെ ഇങ്ങനെ പോയി എന്നൊക്കെ അണിയറ സംസാരങ്ങളുണ്ട്. താങ്കളും ഏതാണ്ട് ആ വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് തടയാൻ ഏറ്റവും പ്രബലമായ ഏറ്റവും ശക്തമായ ഗ്രൂപ്പ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് കഴിയുമായിരുന്നില്ലേ? ശരിക്കും കഴിയുമായിരുന്നു. ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച് KC വേണുഗോപാൽ ജിയെ ഞാൻ വിളിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ബഹുമാനായ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഈ സംഭവം ഉണ്ടായപ്പോൾ KC വേണുഗോപാൽ ജിയോ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ല, ഒരു മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ കാര്യത്തിൽ ഞാൻ ആരെയും വിളിക്കാനോ ഒരു തരത്തിലുള്ള ഇടപെടലിനോ വ്യക്തിപരമായി ഞാനില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നം, അപമാനിക്കപ്പെട്ടു എന്ന് എനിക്ക് വ്യക്തമായ തോന്നലുണ്ടെങ്കിലും അത്രയും അപമാനിക്കപ്പെടാനുള്ള ഒരു തെറ്റും ഞാൻ കോൺഗ്രസിനോടോ നാട്ടുകാരോടോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലോ 25 വർഷക്കാലം കണ്ണൂർ ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിൽ വിവിധ തസ്തികകളിൽ ജില്ലാ ബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി നിന്ന് പിൽക്കാലത്ത് കേരള ബാങ്കിൽ നിന്ന് ഞാൻ വിരമിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പരാതിയും എനിക്കെതിരെ എൻ്റെ ബാങ്ക് മാനേജ്മെൻറ്റിനോ AICC മുതൽ ബൂത്ത് കമ്മിറ്റി വരെയുള്ള എൻ്റെ പാർട്ടി നേതൃത്വത്തിനോ വ്യക്തിപരമായി ഒരു വ്യക്തിക്ക് പരാതി ഉണ്ടായാൽ പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. ഞാൻ 27 വർഷം ഇരിട്ടി പുളിക്കൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനമായി താമസിച്ചു. 20 വർഷം ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ താമസിച്ചു. എനിക്കെതിരെ ഒരു പെറ്റി കേസ് പോലും, ചില രാഷ്ട്രീയ കേസുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും 3500 രൂപ ഫൈനുള്ള ഒരു ധർണയിൽ പങ്കെടുത്തതിൻ്റെ 3500 രൂപ ഫൈൻ അടയ്ക്കേണ്ട കേസിൻ്റെ അകത്ത് ഞാൻ ഒരു വക്കീലിനോട് സംസാരിച്ച് ഫൈൻ അടയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്തൊന്നും വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എൻ്റെ ഔദ്യോഗിക തലത്തിലും ഞാൻ ഒരു തെറ്റും, മാനുഷികമായ ചില തെറ്റുകൾ, ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ ഗുരുതരമായ ഒരു തെറ്റോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും ഒരു പെറ്റി കേസെങ്കിലും ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമായിരുന്നു, കൊടുത്തിട്ടില്ല. ഒരു പരാതിയെങ്കിലും ഏതെങ്കിലും പാർട്ടി ഫോറത്തിൽ കൊടുക്കുമായിരുന്നു, കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സിനോടോ നാട്ടുകാരോടോ വരുന്ന ഇടപാടുകാരോടോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെങ്കിൽ ആരെങ്കിലും ഒരു പരാതി എനിക്കെതിരെ, ഇപ്പോൾ ഒരുപാട് ആളുകളെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളെ പല കാരണങ്ങൾ കൊണ്ട് ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സസ്പെൻഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം പോലും അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. പല ജില്ലാ ബാങ്കിൽ 500-600 സ്റ്റാഫുള്ളിടത്ത് ഒരുപാട് ആളുകളെ പല കുറ്റകൃത്യം ഒരുപാട് അവരുടെ കൃത്യവിലോപങ്ങൾ കൊണ്ടും ഒക്കെ പല കാരണങ്ങൾ കൊണ്ടും ഞാൻ എൻ്റെ ഈ ഔദ്യോഗിക കാലഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്ത ധാരാളം നടപടികൾ എനിക്കറിയാം. പക്ഷേ എനിക്ക് ജില്ലാ ബാങ്കിൽ നിന്ന് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഞാൻ ഫ്രണ്ടിൽ തന്നെ ആ ജില്ലാ ബാങ്കിൻ്റെ തന്ന ഒരു ഫലകം ഞാനിപ്പോഴും എൻ്റെ നിധി പോലെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. വരുന്ന ആളുകൾക്കും കൂടെ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ.
KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സണ്ണി ജോസഫ് മാറാൻ പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ ആ വാർത്ത നൽകിയിരുന്നു. അതായത് പേരാവൂരിൽ മത്സരിക്കാൻ പോകുന്നു സണ്ണി ജോസഫ്. അപ്പോൾ സ്ഥാനാർത്ഥിയാകുന്ന ഒരാൾക്ക് സംസ്ഥാനത്ത് മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സണ്ണി ജോസഫിനെ മാറ്റാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കണ്ണൂർ വിഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിയിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നമുക്ക് കിട്ടിയ ഒരു വ്യക്തമായ കാര്യം. അത് അങ്ങനെ സംഭവിച്ചാൽ താങ്കൾക്ക് വീണ്ടും തിരിച്ചെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഞാനതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു ഭാരവാഹത്തിൽ തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ ജീവിത ലക്ഷ്യമല്ല. ആ ഒരു സ്ഥാനം തന്നാൽ താങ്കൾ സ്വീകരിക്കുമോ? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. അതവർ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്നാണ്. ബോധപൂർവമാണല്ലോ എന്നെ മാറ്റിയത്. അപ്പോൾ അദ്ദേഹം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം ഞാനതിന് മറുപടി പറയാം. ഞാനിപ്പോൾ അതിന് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. ഈ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെ? താങ്കൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണല്ലോ. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് പാമ്പ്ലാനി പിതാവിൻ്റെയൊക്കെ അതിശക്തമായ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് വന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സത്യമുണ്ടോ അത്? അല്ല, മാധ്യമങ്ങളും ബഹുജനങ്ങളും ഒക്കെ അങ്ങനെ സംസാരിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഗ്ലോബൽ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു ഒരു വർഷം മുമ്പ്. അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആയ പാടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വർഷമായില്ല. അതിലൊരു ബഹുമാനപ്പെട്ട അതിൻ്റെ ഒരു നേതാവായിട്ടൊരു ഫാദർ പ്രസംഗിച്ചൊരു വാചകം ഇതാണ്: നമ്മളുടെ സമ്മർദ്ദം കൊണ്ടാണ് കേരളത്തിലെ ഒരു പ്രധാന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ക്രിസ്ത്യനായിട്ടുള്ള ഒരാളെ വെച്ചത് എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്ഥാനത്തെത്തിയ ഒരാളാണ് ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു ഭാരവാഹി കൂടിയായ താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. സ്വാഭാവികമായും ആ വിഭാഗത്തിലാകെ അടിത്തട്ടിലെങ്കിലും അതൊരു പ്രശ്നമായി നിൽക്കും എന്നുറപ്പാണ്. അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ എന്നെക്കുറിച്ച് അറിയുന്നവരാണ് പേരാവൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ. കാരണം കഴിഞ്ഞ 20 വർഷമായി ഞാൻ പേരാവൂരിൽ ഞാൻ ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ആണെങ്കിലും എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം, എനിക്ക് MLA മാർക്കൊക്കെ ഡീസലിന് 3 ലക്ഷം രൂപ ഡീസൽ കൂപ്പൺ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാനൊരു ഡീസൽ കൂപ്പണും ഇല്ലാതെ എൻ്റെ പോക്കറ്റിലെ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തലങ്ങും വിലങ്ങും പാർട്ടി പരിപാടികളിലും അതുപോലെ തന്നെ മരണ വീടുകളിലും കല്യാണ വീടുകളിലും എന്നെ വിളിക്കുന്ന മറ്റു ചടങ്ങുകളിലും ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ബ്ലോക്ക് പ്രസിഡന്റ് അല്ലാതായപ്പോഴും ഒരു സ്ഥാനമില്ലാത്തപ്പോഴും ഞാൻ പോകാറുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്നത് എൻ്റെ ഒരു സഹപ്രവർത്തകൻ പെരുങ്കരയിൽ മരിച്ചു. ആ മരിച്ച വീട്ടിലേക്കാണ്. എനിക്ക് 5 മണിക്ക് ശവസംസ്കാരത്തിന് അവിടുത്തെ ഒരു സഹപ്രവർത്തകൻ രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു മരണമുണ്ടായി, നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ, ഒരു പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ്, ചെല്ലണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പരിപാടികളിലും, ഞാൻ സ്ഥാനമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം നടന്നതാണ്. എനിക്ക് ഒരു DCC സെക്രട്ടറി സ്ഥാനം ഇവിടെ ഒരു 17 ആളുകളെ DCC സെക്രട്ടറിയായി നിശ്ചയിച്ചു. അവരെക്കുറിച്ചൊന്നും ഒരു ചർച്ചയില്ല. എന്നെ മാറ്റിയ എന്നെക്കുറിച്ചാണല്ലോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ മാറ്റിയതും ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുമ്പോട്ട്. താങ്കളുടെ ശക്തി എന്താണെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടു, സമൂഹത്തിനും ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും അതാണ് എനിക്ക് ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് എനിക്കിപ്പം ഇത് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ കോൺഗ്രസിന്റെ ഇപ്പോൾ ഒരു ഭാരവാഹിത്വവും ഇല്ല, ഒരു സ്ഥാനത്തുമില്ല. താങ്കൾ ഇപ്പോൾ സ്വതന്ത്രനായ ഒരു കോൺഗ്രസ് നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇങ്ങനെ പോയാൽ UDFന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? അല്ല, അത് സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അതിനെക്കുറിച്ചൊക്കെ കോൺഗ്രസ്സിന് UDFും കോൺഗ്രസും കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആഗ്രഹമുള്ള ഒരാളാണ്. ആഗ്രഹിക്കുന്ന ഒരാൾ പൊതുവായുള്ളൊരു നിരീക്ഷണത്തിൽ
ഇങ്ങനെ പോയാൽ മതിയോ കോൺഗ്രസ്? മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളിലെ സിറ്റുവേഷനൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. നമ്മളിപ്പോൾ ഇവിടെയുള്ള സാഹചര്യങ്ങൾ ഇതാണ്. പേരാവൂർ സുരക്ഷിതമാണ്. പേരാവൂർ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ, സണ്ണി ജോസഫ് MLA 15 വർഷക്കാലം പ്രവർത്തിച്ച് അദ്ദേഹം KPC പ്രസിഡൻ്റായി. അത് സുരക്ഷിതമാണെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും വിശ്വസിക്കുന്നു. അത് സുരക്ഷിതമാണോ അല്ലയോ എന്ന് പറയാൻ ഞാനാളല്ല. 15 വർഷത്തെ MLA എന്നുള്ള പ്രവർത്തനം, താങ്കൾ ജില്ലാ പഞ്ചായത്ത് 5 വർഷത്തെ താങ്കളുടെ പ്രവർത്തനം പറഞ്ഞു. 15 വർഷത്തെ സണ്ണി ജോസഫിൻ്റെ MLA എന്നുള്ള പ്രവർത്തനം, അത് ഈ രീതിയിൽ, ഇപ്പോഴത്തുള്ള രീതിയിൽ താങ്കൾ തൃപ്തനാണോ ആ മണ്ഡലത്തിലെ ഒരാളെന്നുള്ള നിലയിൽ? കുറേ കൂടി നന്നായി പ്രവർത്തിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് കുറേ കൂടി നന്നായി പ്രവർത്തിക്കാമായിരുന്നു, അത്രയും ഞാൻ കമൻറ്റ് ചെയ്തു. 5 വർഷം UDFന്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നപ്പോൾ ഒരുവിധം നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഇരിട്ടിയിൽ താലൂക്ക് ഒക്കെ വന്നു. കേരളത്തിലൊട്ടാകെ താലൂക്കുകൾ പുനർനിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇരിട്ടിയിലും താലൂക്ക് വന്നു. ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങൾ എല്ലാം നടത്താൻ സാധിച്ചു. ബാക്കി ഇടതുപക്ഷ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അത്രയേറെ തൃപ്തികരമാണെന്ന്, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഫണ്ടുകളൊന്നും ഗവൺമെൻറ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ ബഡ്ജറ്റിലും 20 കോടി രൂപ തൊട്ടടുത്ത ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കിട്ടിയപ്പോൾ എന്തോ ചെറിയൊരു ഫണ്ട് മാത്രമാണ് പേരാവൂർ കിട്ടിയത് എന്ന്. ഇരിക്കൂറുമായി താരതമ്യം ചെയ്യുമ്പോൾ പേരാവൂർ അത്ര പോരാ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അങ്ങനെ അല്ല, ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്നെ ഒരു MLAയുടെ തനതായ പ്രവർത്തനങ്ങളുണ്ട്. ചില MLAമാരുടെ എല്ലാം തനതായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അവർ സ്വന്തമായി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. അത്തരം പ്രവർത്തനങ്ങൾക്കകത്ത് ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MLA ഫാർ മുമ്പിലാണെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. കാരണം ദിശാദർശൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ, ടൂറിസം ഇന്നോവേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ ഒട്ടേറെ അങ്ങനെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക്, അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക്, ഇന്നോവേറ്റേഴ്സിന്. സജീവ് ജോസഫ് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഒരു മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് ശരിക്കും ഇരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ വിലയിരുത്തും. തീർച്ചയായിട്ടും 5 വർഷക്കാലത്തെ ഒരു ഫ്രഷ് MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരുപാട് ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ടുകൾ സ്വാഭാവികമായിട്ടും കിട്ടാൻ പ്രതിപക്ഷ MLAമാരെന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കുറച്ച് പരിമിതികളുണ്ടെങ്കിലും അദ്ദേഹം എല്ലാവരെയും കണ്ട് കുറേയേറെ ഫണ്ടുകൾ ഇവിടെ ഉണ്ടാക്കി. ഇപ്പോൾ KC ജോസഫ് 40 വർഷമായിട്ടും ചെയ്യാത്ത നമ്മുടെ കരുവഞ്ചാലിലെയും ആലക്കോടിലെയും പാലങ്ങളൊക്കെ ഉൾപ്പെടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കേട്ട മറ്റൊരു കാര്യം, ഈ പേരാവൂരിൽ നിന്നും മാറി സണ്ണി ജോസഫ് ഇരിക്കൂറിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തും? ഞാൻ അങ്ങനെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിവില്ല. അദ്ദേഹം KPC പ്രസിഡന്റാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ സാധിക്കുമായിരിക്കുമല്ലോ. എനിക്കതിനെക്കുറിച്ച് അല്ല, അതൊക്കെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവും ബാക്കിയുള്ള ആളുകളുമൊക്കെ അല്ലേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതിൻ്റെ അകത്തൊന്നും നമ്മളെപ്പോലുള്ള പ്രവർത്തകന്മാർക്കൊന്നും അതിൻ്റെ അകത്തൊന്നും പ്രത്യേകമായ ഒരു അഭിപ്രായമോ ഞങ്ങളോട് ആരോടെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയുടെ താഴെ തൊട്ടുള്ള ഏതെങ്കിലും പ്രവർത്തകന്മാരോടോ നേതാക്കന്മാരോടോ ഒന്നും അഭിപ്രായം ചോദിച്ചിട്ടല്ലല്ലോ MLA അസംബ്ലി സ്ഥാനാർത്ഥികളെയും പാർലമെന്റ് സ്ഥാനാർത്ഥികളെയും നിശ്ചയിക്കുന്നത്. അല്ല, ഒരു ഭയം പേരാവൂരിന് ഭയക്കുന്നുണ്ടോ ശരിക്കും സണ്ണി ജോസഫ്? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതിപ്പോൾ അദ്ദേഹത്തോട് തന്നെ അല്ലെങ്കിൽ ചോദിക്കാമല്ല. എനിക്കതിനെ സംബന്ധിച്ച് ഒരു കമൻറ്റും ഇല്ല. എന്തായാലും പേരാവൂരും ഇരിക്കൂർ ഉറപ്പാണ് UDFന്. പേരാവൂരിൽ എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? പേരാവൂരിൽ ശക്തമായ മത്സരം ആയിരിക്കുമെന്നാണ് എൻ്റെ നിരീക്ഷണം. ശക്തമായ നിരീക്ഷണം. കണ്ണൂർ സുദിനം പത്രത്തിൻ്റെ ഒരു റിപ്പോർട്ട് എനിക്ക് കണ്ടുവരുന്ന ഒരാൾ അയച്ചത്, ഒരു വാർത്ത അയച്ചത്. കണ്ണൂരിൽ പേരാവൂരിൽ അഗ്നിപരീക്ഷ എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ആ ലേഖനം പറയുന്നത്. പേരാവൂർ എല്ലാ കാലത്തും ശക്തമായ മത്സരമാണ് പേരാവൂരിൽ. ഇപ്രാവശ്യവും ശക്തമായ മത്സരം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ, അടിത്തട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്നത് താങ്കളുടെ ഒരു നിർദ്ദേശമായിരിക്കുമല്ലോ. അടിത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് തിരിച്ചടിയാകും എന്ന വിശ്വാസം തന്നെയാണോ താങ്കൾക്കുള്ളത്? അതായത് ഇതിൻ്റെ അകത്തൊക്കെ എപ്പോഴും വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്ന സാഹചര്യം എന്നുള്ളത് രാഷ്ട്രീയമായി ആളുകളുടെ മനസ്സിനെ രാഷ്ട്രീയ നേതൃത്വം
വേർതിരിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ തമസ്കരിച്ച് രാഷ്ട്രീയ വേർതിരിവ് ഉണ്ടാക്കി സി പി എം കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് സി പി എമ്മിൻ്റെ ഭരണത്തിന് 10 വർഷക്കാലത്തെ ഭരണത്തിനെതിരെയുമുള്ള രാഷ്ട്രീയ വേർതിരിവിലുണ്ടാക്കി അതിൽ നിന്നും പ്രവർത്തകന്മാരുടെ അവരുടെ മനോവികാരത്തെ സാംശീകരിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യുന്നത്. അപ്പം അത്തരം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ജയിച്ചു വരാം എന്നുള്ള വിശ്വാസമുണ്ടാകാം. അതുകൊണ്ട് ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകാം. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏതെങ്കിലും ചർച്ച ഇപ്പോൾ നടക്കുന്നതായി താങ്കൾ എനിക്ക് ഒരു ചർച്ച പ്രസിഡന്റ് ഒന്നും ഈ വിഷയത്തിൽ ഇടപെട്ടില്ലേ? ഇല്ല, എന്നെ DCC പ്രസിഡന്റ് ഇതുവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നേതാവിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ DCC പ്രസിഡന്റ് ഇതുവരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല. താങ്കളുടെ ഈ നടപടിക്ക് ശേഷം താങ്കളുടെ വീട്ടിൽ ഒരു യോഗം നടന്നു എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്നും ലഭിച്ച ഒരു വിവരം. ധാരാളം പായം മേഖലയിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പല ഭാരവാഹികൾ ഉൾപ്പെടെ താങ്കളുടെ വീട്ടിൽ വരികയും യോഗം ചേരുകയും സമാന്തരമായി നീങ്ങണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്നും പല ആളുകളും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൽ ആ രീതി? അല്ല, അങ്ങനെ യോഗങ്ങളൊന്നും ചേർന്നിട്ടില്ല. ധാരാളം ആളുകൾ പായത്തുനിന്ന് മാത്രമല്ല, അത് ആറളത്തുനിന്നും അയ്യങ്കുന്നിൽ നിന്നും അതുപോലെ തന്നെ ഇരിട്ടിയിൽ നിന്നും മുഴക്കുന്നിൽ നിന്നും പേരാവൂർ നിയോജകമണ്ഡലത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പല കമ്മിറ്റി എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന ആളുകളുണ്ട്, കൂട്ടമായി വന്ന ആളുകളുണ്ട്. അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ അങ്ങനെ യോഗങ്ങളൊന്നും ചേർന്നിട്ടില്ല. എന്തായാലും കോൺഗ്രസ് വിട്ടുപോകുക എന്നത് താങ്കളുടെ ഒരു മനസ്സിൽ ഇല്ലാത്ത കാര്യമാണ്. അതെ, അങ്ങനെ ഒരു കാര്യം ചിന്തിക്കില്ല? ഇല്ല, ചിന്തിക്കുന്നില്ല, ഇപ്പോൾ ചിന്തിക്കുന്നില്ല. നടപടി എടുക്കുകയാണെങ്കിൽ ചിന്തിക്കാം. വെയിറ്റ് ആൻഡ് സീ. നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് ഞാനല്ലല്ലോ, എന്തിൻ്റെ പേരിലാണ് നടപടി എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയും ഇത്രയും അവമാനിച്ചിട്ട് ഇനിയും എന്ത് നടപടിയാണ് എൻ്റെ പേരിൽ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി എടുക്കുവാണെങ്കിൽ എടുത്തോട്ടെ, ഐ വിൽ ഫേസ് ഇറ്റ്. ഇല്ല, ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടിയുടെയോ CPM പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനം നടത്താൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നമുക്ക് നടത്തുന്നതിനൊരു പ്രയാസമില്ല. അങ്ങനെ നടത്തുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ. ഈ നടപടി, ഇങ്ങനെ കാര്യങ്ങൾ, വാർത്തകൾ ഇതൊക്കെ വന്നതിന് ശേഷം CPMന്റെ നേതാക്കൾ ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടിരുന്നു? എന്നെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. എന്നെ CPMന്റെ ആ പാർട്ടിയുടെ ആളുകൾ എന്നെ വിളിച്ചിരുന്നു. BJP പാർട്ടിയുടെ ആളുകൾ എന്നോട് സംസാരിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്താണ് തോമസിൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ച് എന്നോട് സംബന്ധിച്ചിരുന്നു. രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ എന്നെ വിളിച്ചിരുന്നു, അച്ഛന്മാരെന്നെ വിളിച്ചിരുന്നു, ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ എന്നെ വിവിധ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഞാൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനൊക്കെ മറുപടി. എന്തായാലും പേരാവൂരിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവിടുത്തെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിയ നേതാവ് കൂടിയാണ് തോമസ് വർഗീസ്. അദ്ദേഹത്തിന് വലിയ അപമാനം നേരിട്ടു എന്നതും യാഥാർത്ഥ്യമാണ്. ആ അപമാനം ഏതൊക്കെ രീതിയിൽ ഇനി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഓരോ നേതാവിനെയും ഇടിച്ച് താഴ്ത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്നും, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും എങ്ങനെയാണ് ഭരണത്തിലേക്ക് എത്താൻ കഴിയുക? ഈ കാര്യങ്ങളൊക്കെ ആ നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചതെന്ന് AICC ഉൾപ്പെടെ പരിശോധിക്കേണ്ട വിഷയമായി ഇത് മാറിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു വെട്ടിനിരത്തൽ നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും പേരാവൂരിൽ നടന്ന ആ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ 3000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് സണ്ണി ജോസഫ് അവിടെ നിന്നും വിജയിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം തന്നെ
മുൻകൈയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് താൻ ഇനിയും സജീവമായി തന്നെ ഉണ്ടാകും. നിങ്ങൾ എന്ത് വെട്ടിനിരത്തൽ നടത്തിയാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും താൻ മാറി നിൽക്കില്ല എന്ന് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ആർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്നതുകൂടിയാണ് തോമസ് വർഗീസ് വ്യക്തമാക്കുന്നത്. ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അവരത് ചിന്തിക്കട്ടെ. എന്തായാലും തോമസ് വർഗീസ് എന്ന ജനകീയനായ കോൺഗ്രസ് നേതാവിന് തുടർന്നങ്ങോട്ടുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. അദ്ദേഹം ഇനിയും രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കട്ടെ. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിക്കട്ടെ. കോൺഗ്രസ് നേതൃത്വം ഇതൊക്കെ കാണട്ടെ. ഇതുമാത്രമാണ് കണ്ണൂർ വിഷനും പറയാനുള്ളത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.